Hello guys, welcome back to my channel. So, ഇത് ജേർണലിംഗ് സീരീസിന്റെ ജേർണലിംഗ് ചാലഞ്ച് സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ജേർണലിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കൂടെ ഫോളോ ചെയ്യുക. ഞാൻ ഒരുപാട് ടൈപ്സ് ഓഫ് വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ജേർണലിംഗ് സപ്ലൈസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന രീതിക്ക് അത് കയറി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ചെയ്യാം. അപ്പം അതിൽ കുറച്ച് വൈറ്റ് പോർഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒട്ടിച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പം എനിക്കത് വൃത്തികേടായി തോന്നിയത് കൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റി ദെൻ കുറച്ച് ഗമ്മൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തു. നിങ്ങളുടെ അടുത്ത് ഏത് ടൈപ്പ് ഓഫ് ഗം ഉണ്ടെങ്കിലും ഓക്കെ ആണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇതായുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ ഒട്ടിക്കിട്ടാൻ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാതെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമൊക്കെ പിന്നെയും കുറെ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ അടുത്തത് എൻ്റെ ജേർണലിംഗ് സപ്ലൈയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റേ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് പോർഷൻസ് ഒന്നും സ്റ്റിക്ക് ആവാതെ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ഒട്ടിച്ചത്. സോ അത് ഒരു വേറെ മോഡലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ അടുത്ത് ഞാൻ യു ആർ വാട്ട് യു ലവ് എന്ന് എഴുതിയിട്ടൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഞാൻ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ലിമിറ്റഡ് ആയിട്ടാണ് എൻ്റെ അടുത്തുള്ള ടൈം ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഇതുപോലെ 3 സ്റ്റിക്കേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് പല ഭാഗത്തും വെച്ച് നോക്കി. അപ്പൊ എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. അപ്പൊ ഞാൻ പിന്നെ അതിന്റെ എനിക്ക് യൂസ് ഉള്ള സ്റ്റിക്കർ മാത്രം അതിനെടുക്കാൻ തീരുമാനിച്ച് ഞാനത് നോക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് താഴത്തായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളതാണ്, ജേർണലിംഗ് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ പോർഷൻ പോലെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത പീസ് പോലെ തന്നെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞത് ഒട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പേപ്പറിലും ഗമ്മ തേച്ചോട് നോക്കിയത്. അപ്പോൾ ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പേപ്പറിൽ ഇതിലും മാത്രം പോരാ, കുറച്ചുകൂടെ നല്ല ഗ്ലൂ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുക. ഫെവിക്കോള് പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒട്ടായിരിക്കും. ഇങ്ങനത്തെ പേപ്പേഴ്സ്, ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ, A4 ഷീറ്റിനേക്കാളൊക്കെ കട്ടിയുള്ള ഒരു പേപ്പർ ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ജേർണലിംഗ് കിറ്റ് ഉണ്ട്. അപ്പൊ അതിലത്തെ സ്റ്റിക്കേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൊത്തം. ഇത് ഹാവ് ഗുഡ് ടൈം പറഞ്ഞിട്ടൊരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അടുപ്പിച്ച് ഒട്ടിക്കുക. അപ്പൊ നമ്മളിത് ഓരോ ഭാഗത്ത് ഒട്ടിച്ചാല് നമുക്ക് എന്താ പറയാ, എഴുതാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റിക്കേഴ്സ് ഒക്കെ അടുത്തടുത്ത് തന്നെ ഒട്ടിക്കാൻ നോക്കാം. അപ്പോ നമുക്ക് വൃത്തിക്ക് കിട്ടും. അപ്പം എത്ര വലിയ ജേർണലിംഗ് ചെയ്യുന്ന ആളാണെങ്കിലും ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അവരവിടെയും ഇവിടെ ഒക്കെ വെച്ച് നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്കും ജേർണലിംഗ് വീഡിയോസ് അങ്ങനെ ചെയ്യാവുന്നതാണ്. എവിടെയാണ് അത് കറക്റ്റ് എന്ന് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് വേണം ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഞാനിപ്പോ അങ്ങനെ വെച്ച് നോക്കി. അപ്പൊ എനിക്ക് ഇവിടെയാണ് ഭംഗി തോന്നിയോണ്ടാണ് ഞാനത് അവിടെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ജേർണലിംഗ് കിറ്റ് ഇല്ല എന്നാണെങ്കിൽ നോ ഇഷ്യൂസ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പേപ്പർ കട്ടിങ്സ്, അതുപോലെ നമ്മൾ ഈ ക്ലോത്ത്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ടാഗുകൾ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ജേർണലിംഗ് ഉണ്ടാക്കാം. ജേർണലിംഗ് ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ്, അതിലുള്ള റൈറ്റിങ്സ് ഒന്നും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിതിപ്പോ ബന്ധം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇനി ബന്ധമില്ലാത്ത വീഡിയോസ് വെച്ചിട്ടും ചെയ്യാം. കാരണം ജേർണലിങ്ങിന് ഇങ്ങനെ ചെയ്യാവോ എന്നൊരു കാര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പൊ ഞാനിതിൽ എൻ്റെ അടുത്ത് ഉള്ള അത്യാവശ്യം എഴുതാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒട്ടിക്കുന്ന വാഷി ടേപ്പ് ഉണ്ടോ, വാഷി ടേപ്പിൽ റൈറ്റിങ്സ് ഉണ്ട്. അതിൽ എന്താ റൈറ്റിങ്സ് എന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് അവിടെ സ്റ്റിക്ക് ചെയ്ത ഭംഗിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അധികം ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. ബന്ധം നോക്കി അത് ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിലും താഴെയും മാത്രം വാഷി ടേപ്പ് ഒട്ടിക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇവിടെ കുറേ സ്പേസസ് അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്ത ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയിട്ട് ഞാൻ 4 സൈഡിലും ഇതുപോലെ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ആകെ കുറച്ച് സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ജേർണലിംഗ് സപ്ലൈസ് ഇല്ലെങ്കിൽ ഈ
ഈ ഒരു വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ജേർണലിംഗ് സപ്ലൈസ് എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഓൾ ടൈപ്സ് ഓഫ് വ്ലോഗ്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ആണ് കാണേണ്ടതെന്ന് കൂടെ എനിക്ക് കമന്റ് ചെയ്യുക. അതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് താഴത്തെ ഇടുന്നുണ്ട്, അതൊന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഊർജം എന്ന് പറയാം. അപ്പൊ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് സെൽഫ് ലവ് തീമിലാണ്. അപ്പൊ ഞാൻ കുറച്ച് കോട്സ് ഒക്കെ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതിൽ എഴുതുന്നുണ്ട്. നമുക്ക് എഴുതാൻ പാകത്തിനുള്ള ഭാഗമായിട്ടാണല്ലോ. അപ്പൊ നമുക്കിത് ഈ കാണുന്ന പേപ്പർ കട്ടിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു A4 ഷീറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കാം, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് എൻ്റെ വോയിസ് ഇല്ലാണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണെങ്കിലും ചെയ്തിട്ടുള്ളതെന്ന്. ഇപ്പൊ നിങ്ങൾ വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പിക്ചേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം, ഇല്ല എഴുത്ത് മതി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റിങ്സ് എഴുതാം. അപ്പൊ ഞാൻ അങ്ങനെ വരയ്ക്കാൻ അറിയുന്ന ആളൊന്നും അല്ല, അതുകൊണ്ട് ഞാൻ കുറെ പാരഗ്രാഫ് പോലെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ സെൽഫ് ലവിനെ പറ്റി, അപ്പോൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സെൽഫ് ലവ്, അത് മനസ്സിലാക്കുക. സെൽഫ് ലവിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സംസാരം ഇത്തിരി അരോചകമായി തോന്നിയേക്കാം. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കിതിൽ മറ്റു ഓഡിയോസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് പ്ലെയിൻ ആയി പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓഡിയോ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതൊന്നും എൻ്റെ അടുത്ത് ഇല്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് ആ കമന്റ് കിട്ടിയതിന് ശേഷമുള്ള ഏറ്റവും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിവിടെ സാധാ പെന്നുള്ള റെഡിങ് ബ്ലൂയിങ് ഒക്കെ യൂസ് ചെയ്ത് റൈറ്റിങ്സ് ഒക്കെ എഴുതി കൊടുത്തു. ദെൻ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തു. അത്രേ ചെയ്തോളൂ, നമ്മുടെ ജേർണൽ തയ്യാറായി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ആകെ ഫ്യൂ സ്റ്റിക്കേഴ്സും വാഷി ടേപ്പും ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.